Now let us do a program. Write a program to calculate the GCD and LCM of two given numbers using function. Write a program to calculate GCD and LCM of two given numbers using function. Function ഉപയോഗിച്ച് GCD LCM കണ്ടുപിടിക്കാം. GCD എന്ന് പറഞ്ഞാൽ greatest common divisor, or it is also known as HCF. So write a program to calculate the GCD and LCM of two given numbers using function. Function ഉപയോഗിച്ച് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ GCDയും LCMഉം കണ്ടുപിടിക്കണം. Hash include iostream dot h. Hash include conio dot h. ഇവിടെ നമ്മൾ പ്രോഗ്രാമിൽ മെയിൻ എഴുതിയതിന് ശേഷമാണ് ഈ LCMഉം HCFഉം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമുക്കറിയാം നമ്മൾ ഈ ഫംഗ്ഷനെ മെയിനകത്ത് കോൾ ചെയ്യും. മെയിൻ കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു ഡിക്ലെയർ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷനെ മെയിനിന് മുമ്പായിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിലും ആർഗ്യുമെന്റ്സിന്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, ഞാനിപ്പോൾ ഈ പ്രോഗ്രാം എഴുതാൻ പോകുമ്പോൾ ഫംഗ്ഷന്റെ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് HCF LCM കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഫംഗ്ഷനെ നമുക്കറിയാം, ഫംഗ്ഷൻ നമ്മൾ മെയിനിലായിരിക്കും കോൾ ചെയ്യുന്നത്. ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മെയിനിന് ശേഷം. സോ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. സോ ഞാൻ ഇവിടെ ഫംഗ്ഷനെ മെയിൻ എഴുതുന്നതിന് മുമ്പേ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റിന്റെ പേര് കൊടുത്തില്ലെങ്കിലും ആർഗ്യുമെന്റിന്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കണം. സോ ലോങ് വേണമെന്നില്ല, ലോങ്ങോ അല്ലെങ്കിൽ ഇൻറ്റോ കൊടുക്കുക. ലോങ് GCD ഓഫ് ലോങ് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. വരുന്ന ആർഗ്യുമെന്റ്സ് രണ്ടും ലോങ് ഡേറ്റ ടൈപ്പിന്റെ ആയിരിക്കും. ഇനി മെയിൻ എഴുതാം. void main. നമുക്കറിയാം GCD കണ്ടുപിടിച്ചിട്ട് GCD നിന്നാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. ഓക്കെ, long x y HCF LCM 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. x y HCF ആൻഡ് LCM എല്ലാം ലോങ് ആയിട്ട് കൊടുക്കുന്നു. sin x ഉം y. അപ്പൊ x ന്റെയും y ന്റെയും LCM HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Now ഈ HCF എന്ന് പറഞ്ഞാൽ will be GCD of xy. ഇവിടെ നമ്മൾ ഈ GCD എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. HCF എന്ന് പറയുന്ന HCFനകത്താണ് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. HCF എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ GCD വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GCD കണ്ടുപിടിക്കണമെങ്കിൽ GCD ഫംഗ്ഷനകത്താണ് GCD കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് എഴുതാൻ പോകുന്നത്. അത് നമ്മൾ മെയിനിന് ശേഷം ഡിഫൈൻ ചെയ്യും. GCD വാല്യൂ ഏതൊക്കെ എക്സിന്റെയും വൈയുടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ GCD ഓഫ് XY എന്ന് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഇവിടെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ആക്ച്വൽ ആർഗ്യുമെന്റ്സും പാസ് ചെയ്യുന്നു. ഈ കോൾ ചെയ്യുന്നത് നമ്മൾ HCF എന്നുള്ള അപ്പൊ ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അത് ഈ HCF എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ആവും. ഓക്കെ, നൗ LCM എന്ന് പറയുന്നത് x into y divided by HCF ആയിരിക്കും. LCM will be x into y divided by HCF. ഓക്കെ, ഇനി നമ്മൾ മെയിനിലാണ് പ്രിന്റ് ചെയ്യുന്നത്. CM GCD equal to HCF /n
അതുപോലെ Cout LCM equal to LCM/n. അപ്പോൾ നമ്മൾ മെയിൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ലോങ് ഫംഗ്ഷൻ ലോങ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ലോങ് GCD ഓഫ് ലോങ് A, ലോങ് B. ഇവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എക്സും വൈയും ആയിരുന്നു. രണ്ടും ലോങ് ടൈപ്പ് ആയിരുന്നു ഡേറ്റ. അപ്പോൾ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നതും സെയിം ഡേറ്റ ടൈപ്പ് ഉള്ളതായിരിക്കണം. എയും ബിയും രണ്ടും ലോങ് ആയിട്ട് കൊടുത്തു. സോ എക്സിന്റെ വാല്യൂ, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എയും വൈക്ക് പകരം ബിയും വരും. If b equal to 0, return a. b 0 ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് a. else return GCD of b, a mod b. സോ നമ്മൾ b ഈക്വൽ ടു 0 ആകുമ്പോൾ a റിട്ടേൺ ചെയ്യണം. ഇല്ലെങ്കിൽ b, a മോഡ് b എടുത്തിട്ട് അതിന്റെ GCDയിലോട്ട് പോയി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് GCD കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ ബിയും a മോഡ് ബിയുടെയും കൂടെ GCD നോക്കും. അപ്പോൾ b ഈക്വൽ ടു 0 ആണെങ്കിൽ a എന്നുള്ള വാല്യൂ റിട്ടേൺ ആവും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ GCD കണ്ടുപിടിക്കുന്നത് യൂസിങ് ഫംഗ്ഷൻ. അപ്പോൾ b ഈക്വൽ ടു 0 അല്ലെങ്കിൽ എൽസിനകത്ത് പോയിട്ട് GCD ഓഫ് b, a മോഡ് b വരും. വേറൊരു പ്രോഗ്രാം നോക്കാം. Write a program to read an integer and reverse it using a function. Write a program to read an integer and reverse it using a function. ഒരു പ്രോഗ്രാം എഴുതുന്നതിനാണ് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യാൻ. അത് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. hash include iostream dot h hash include onio.h. ഈ ഫംഗ്ഷനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം ലോങ് റിവേഴ്സ് ഓഫ് ലോങ് എക്സ്. ലോങ് തന്നെ വേണമെന്നില്ല, എന്തായാലും മതി. വലിയ നമ്പർ ആണെങ്കിലും വിചാരിച്ചാണ് ലോങ് എന്ന് കൊടുക്കുന്നത്. ഈ നമ്മൾ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയല്ല, ഇൻസ്റ്റെഡ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ ഫംഗ്ഷൻ ബിഫോർ നെയിം. int digit reverse equal to 0. ഈ നമ്പർ റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്പറിനെ ഡിജിറ്റ് ബൈ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡിജിറ്റ് ബൈ ഡിജിറ്റ് നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ സം എടുക്കണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിവേഴ്സ് കിട്ടും. while x not equal to 0. while loop ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. now digit equal to x mod 10. ഒരു നമ്പറിനെ mod 10 ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ഇനി റിവേഴ്സ് ചെയ്യാനുള്ള ഫോർമുല റിവേഴ്സ് is equal to reverse into 10 plus digit. reverse into 10 plus
digit. Then ഈ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x/10. ഇത്രയാണ് while ലൂപ്പിൽ എഴുതേണ്ടത്. Then you are going to return reverse. ഈ റിവേഴ്സ് എന്നുള്ള വേരിയബിൾ ആണ് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. Now മെയിൻ എഴുതാം. void main long A scene A. Then cout reverse is ആ coutന്റെ കൂടെ തന്നെ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വാല്യൂ പ്രിന്റ് ആവും. reverse of A is reverse A. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ സ്ഥാനത്ത് അതിന്റെ റിവേഴ്സ് പ്രിന്റ് ആവും. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ മെയിനിന് മുമ്പാണ് ഡിഫൈൻ ചെയ്തത്. സോ ഡിക്ലറേഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. coutനകത്ത് ഫംഗ്ഷൻ കോളും കൂടി കൊടുത്തു. ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫംഗ്ഷൻ ഒരു നമ്പറിന്റെ ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ മോഡ് 10 ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. സോ ആദ്യം നമ്പറിനെ നമ്മൾ ആ റിവേഴ്സ് സ്റ്റോർ ചെയ്ത ആ നമ്പറിനെ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനീഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ നമ്പറിനെ ഇൻറ്റു 10 ചെയ്തിട്ട് ഡിജിറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് 697 ആണ് നമ്പർ. നമ്മൾ ആദ്യം എക്സ് മോഡ് 10 എടുക്കുമ്പോൾ 7 ഇങ്ങ് വരും, 7 വരും. ഇപ്പോൾ റിവേഴ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 0 × 10 + 7 എന്ന് വരും. അപ്പോൾ എത്ര വരും? 7 എന്ന് വരും. ഇനി വീണ്ടും എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി 69 ഉള്ളൂ. അപ്പോൾ 69 നിന്ന് ഈ വൈൽ ലൂപ്പിനകത്ത് അടുത്ത് വരുമ്പോൾ 69 മോഡ് 10. അപ്പോൾ എങ്ങനെയാണ്? 9 എടുക്കും. അപ്പോൾ റിവേഴ്സിന്റെ വാല്യൂ ഓൾറെഡി 7 ആണ്. സോ 7 × 10 + 9. അപ്പോൾ എത്ര വരും? 79 ആവും. ഇനി എക്സ് എന്ന് പറയുന്നത് 6 ബാക്കിയുള്ളൂ. 6 മോഡ് 10 ചെയ്യുമ്പോൾ 6 തന്നെ വരും. റിവേഴ്സിന്റെ വാല്യൂ എത്രയാണ്? 79. 79 × 10 ചെയ്യുമ്പോൾ 79 × 10 + 6. അപ്പോൾ എത്ര വരും? 796. ഇതാണ് റിവേഴ്സ് ചെയ്യുന്നതിന്റെ ലോജിക്ക്. എപ്പോൾ റിവേഴ്സ് ചെയ്യണേലും ഈ വിധത്തിൽ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ റിവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ ഡിക്ലറേഷന്റെ ആവശ്യം വന്നില്ല. സോ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നെക്സ്റ്റ് പ്രോഗ്രാം. Write a program to find factorial of a number using functions. Write a program to find the factorial of a number using function. What do you mean by factorial? Factorial is the product of numbers up to the given number. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സിമ്പിൾ പ്രോഗ്രാം ആണ്. include iostring.h #include io.h. then നമ്മൾ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. സോ ഫംഗ്ഷനകത്ത് ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. എന്ത് ടൈപ്പ് ആർഗ്യുമെന്റ് ആയിരിക്കും? ഇന്റിജർ ടൈപ്പ് ആയിരിക്കും ആർഗ്യുമെന്റ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വാല്യൂ ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ് ഫാക്ടോറിയൽ. സോ ഫാക്ടോറിയലും ഒരു ഇന്റിജർ ആയിരിക്കും. ആൻഡ് ഈ ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം? ഫാക്ടോറിയൽ എന്നുള്ള റിസൾട്ട് കിട്ടണം. സോ ഫംഗ്ഷൻ വിൽ ബി റിട്ടേണിങ് ആൻ ഇന്റിജർ വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഇൻ ഫാക്ടോറിയലിന്റെ ഫംഗ്ഷനെ നമുക്ക് ഫാക്ട് എന്ന് വിളിക്കാം. ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ് ഡിക്ലെയർ ചെയ്തു. ഇനി മെയിൻ ഫംഗ്ഷൻ void main int n f അല്ല എഫ് വേണ്ട, സോറി, int n. നമുക്ക് ഏത് നമ്പറിനെയാണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട ആ നമ്പറാണ് n.
Cn. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഫാക്ടോറിയൽ. പ്രിന്റിങ്ങിന്റെ സമയത്ത് തന്നെ നമുക്ക് ഫംഗ്ഷൻ കോളും കൂടെ ചെയ്യാം. ഫാക്ടോറിയൽ ഓഫ് n is fact of n. So main function കഴിഞ്ഞു. നമ്മൾ ഇവിടെ fact of n എന്ന് വിളിക്കും. ഈ പ്രിന്റിന്റെ ഇവിടെ fact of n വിളിക്കുമ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ആവും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഫാക്ടോറിയൽ പ്രിന്റ് ആവും. ഇനി നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. int fact of int n. ഇവിടെ നോക്കിക്കേ, നമ്മൾ n എന്നുള്ള ഈ വേരിയബിള് മെയിനകത്ത് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ സെയിം n തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഫോർമൽ പാരാമീറ്റർ ആണ്. ഇതൊരു ഇവിടെ ഇരിക്കുന്ന n ഇവിടത്തേക്കും ഈ n എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ സെയിം വേരിയബിൾ യൂസ് ചെയ്താലും പ്രശ്നമില്ല. ഇതൊന്നും ഗ്ലോബൽ വേരിയബിൾസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സെയിം വേരിയബിൾ യൂസ് ചെയ്യാം. ഈ മെയിനിനകത്ത് മാത്രമേ ഈ n-ന് പ്രാധാന്യമുള്ളൂ. ഈ n എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്ത് മാത്രമേ വരുന്നുള്ളൂ. int f equal to 1. ഈ f എന്ന് പറയുന്നത് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് അല്ലാത്തതുകൊണ്ട് ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ ഉൾപ്പെടും. സോ കേർലി ബ്രേസസിനകത്ത് വേണം കൊടുക്കാൻ. for I int I equal to 1, I less than or equal to n, I plus plus എങ്ങനെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കും? f equal to f into I. നമുക്ക് ഏതാണ് അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട? ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ എഫിലായിരിക്കും വരുന്നത്. സോ റിട്ടേൺ എഫ്. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഈ n എന്നുള്ളതാണ് പാരാമീറ്റർ. അതിനെ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. f എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾ ആയതുകൊണ്ട് അത് ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ വരും. സോ കേർലി ബ്രേസസിനകത്ത് വേണം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ലൂപ്പ് നമ്മൾ 1 തൊട്ട് n വരെ റൺ ചെയ്തിട്ട് ഓരോ ഓരോ i വാല്യൂവിനെ നമ്മൾ f ലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. f is equal to f into I or f into equal to I. അങ്ങനെ വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതാം. ആൻഡ് f വാല്യൂ വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. ഫോർ ലൂപ്പിനകത്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്യാത്തത്. സോ ഈ ബ്രാക്കറ്റ് ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ആണ്. ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. So this is how you write a program to find factorial using function. ഒരു പ്രോഗ്രാം കൂടെ നോക്കാം. Write a program using function to find maximum among 3 numbers. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പ്രോഗ്രാം. You have to write the program using functions. നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് മെയിൻ എഴുതാം. hash include iostream dot h hash include conio dot h. then നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ മാക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻഡിജർ ടൈപ്പ് ആയതുകൊണ്ട് ഡേറ്റ ടൈപ്പ് ഇന്റ്. 3 ആർഗ്യുമെന്റ്സ് എടുക്കും. 3ഉം ഇൻഡിജർ നമ്പേഴ്സ് ആണ്. സോ ഇന്റ് എ, ഇന്റ് ബി, ഇന്റ് സി. ആർഗ്യുമെന്റ്സിനെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, നമ്മൾ ചെയ്യുന്ന സെയിം, പക്ഷെ നേരത്തെ നിങ്ങൾ എഴുതിയ പ്രോഗ്രാം പോലെ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ വേറെ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ ഫംഗ്ഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മെയിനിനകത്ത് എഴുതിയിരുന്നു. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ
ഡിഫൈൻ ചെയ്തിട്ട് ആ ബ്ലോക്കിനകത്തായിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബിയും എ ഗ്രേറ്റർ ദാൻ സിയും ആണെങ്കിൽ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യണം? റിട്ടേൺ എ. എൽസ് if b greater than a and b greater than c, return b. ഇവിടെ നമ്മൾ മറ്റേതാണ് നമ്മൾ പ്രിന്റ് ചെയ്യുമായിരുന്നു a is the largest, b. ഇപ്പോൾ നമ്മൾ പകരം വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷനകത്ത് എഴുതുന്നുണ്ട് നമ്മൾ വലിയ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് else return c. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ എഴുതാം. മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ടാണ് വോയിഡ് മെയിൻ എന്ന് എഴുതുന്നത്. int a b c sin a b c. ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ ഫംഗ്ഷനിലും എ ബി സി യൂസ് ചെയ്തു, മെയിനിലും എ ബി സി യൂസ് ചെയ്യുന്നു. രണ്ട് വേരിയബിളിലും രണ്ട് സ്കോപ്പാണ്. ഇവിടെ ഉപയോഗിക്കുന്ന എ ബി സി ഇതിനകത്ത് മാത്രം, ഈ ഉപയോഗിക്കുന്ന എ ബി സി ഈ ഫംഗ്ഷനിൽ മാത്രമുള്ള വേരിയബിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് സെയിം നെയിം യൂസ് ചെയ്യാം. സി ഇൻ എ ബി സി. നൗ സി ഔട്ട് മാക്സിമം ഈക്വൽ ടു, നമുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് അവിടെ തന്നെ കോൾ ചെയ്യാം, മാക്സ് ഓഫ് എ ബി സി. മെയിൻ ക്ലോസ് ചെയ്തു. നിങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഡേറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യണമെന്ന് ഇല്ല. So this is how you find maximum among three numbers using function. നിങ്ങൾ സാധാരണ എഴുതിയ പ്രോഗ്രാം പോലെ തന്നെയാണ്, സ്റ്റെപ്സിൽ വ്യത്യാസമൊന്നുമില്ല, എഴുതുന്ന സ്ഥാനം മാറുന്നേ ഉള്ളൂ. ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുന്നുണ്ട് മാക്സിമം കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് എല്ലാം ഫംഗ്ഷൻ ആക്കി എഴുതണം. സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ വേറൊരു ബ്ലോക്കിൽ എഴുതുന്നത്, ഫംഗ്ഷന്റെ ബ്ലോക്കിനകത്താണ് എഴുതുന്നത്. അത്രേ ഉള്ളൂ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള വ്യത്യാസം. നമ്മൾ മെയിനിനകത്ത് എല്ലാം കൂടെ എഴുതുന്നതിന് പകരം ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ഫംഗ്ഷൻ ആക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു വലിയ പ്രോഗ്രാമിന് ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ 3 നമ്പറിനെ ഉപയോഗിച്ച് ആ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഓരോ തവണയും മാക്സിമം ഓഫ് 3 കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്. ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എല്ലാം ഫംഗ്ഷൻ ആക്കി ഒരു ബ്ലോക്ക് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഗ്രാമിൽ എവിടെയെല്ലാം ആ സ്റ്റെപ്സ് ചെയ്യണോ അവിടെയെല്ലാം നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് ആർഗ്യുമെന്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ ആ ടാസ്കിനുള്ള സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. സോ നിങ്ങൾ സാധാരണ പഠിച്ച പ്രോഗ്രാംസ് എല്ലാം തന്നെ ഫംഗ്ഷൻ ആക്കി എഴുതുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. So these are various types of programs using function. പഠിച്ച നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഏത് പ്രോഗ്രാമും നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതേ വിധം എഴുതാം.